സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനം നമുക്ക് വേണ്ടിയാണ് ഈശോ സഹിച്ചതെന്ന് ആഗോള സഭയിൽ നിന്ന് പ്രതിവചന സങ്കീർത്തനത്തിലെ കർത്താവ് എൻ്റെ ഇടയനാകുന്നു. ഈ ഭൂമിയിൽ നമ്മളെ നയിക്കുന്നത് ദൈവമാണ്. നമ്മൾ ഈ ഭൂമിയിൽ വഴിയറിയാതെ ഇടയനില്ലാതെ പോയ ആ നമ്മെ ദൈവം വഴിതിരിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക്, നിത്യയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈശോ നല്ല ഇടയനാണെന്ന് നമ്മൾ ഓർപ്പിക്കുകയാണ്. പത്രോസ്ലീഹ ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ വായനയിൽ ആഗോള സഭയിൽ 2-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട്, പരിസയ പ്രമാണികളോട്, നിയമജ്ഞരോട് പെന്തക്കോസ്തായ്ക്ക് ശേഷം പറയുന്ന ഒരു കാര്യമാണ്: നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവ് ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. അവർ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാൽ അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവാനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് 2-ാമത്തെ വായന. ഇന്നലെ ശനിയാഴ്ച ദിവസം നമ്മൾ വിശുദ്ധ മർക്കോസ്, സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ ഓർമ്മയായിരുന്നു. അപ്പോൾ മർക്കോസിനെ കുറിച്ച്, പത്രോസിൻ്റെ ഒരു ശിഷ്യനായിരുന്നു മർക്കോസ് എന്നാണ് പറയുന്നത്. കാരണം എൻ്റെ മകനായ മർക്കോസ് എന്നാണ് ഇന്നലെ 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്നലെയുള്ള വായനയിൽ പത്രോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു. 1 പത്രോസ് 5:6 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അപ്പം ദൈവത്തിന് മുമ്പിൽ നമ്മൾ എളിമപ്പെട്ട് നിന്നാൽ മതി. അതായത് ദൈവവചനമാണ് നിറവേറുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള അറിവ്. എന്ത് സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ദൈവവചനത്തിൻ്റെ നിറവേറലാണ് എന്നുള്ള ഒരു ബോധ്യം. അതായത് എല്ലാം ദൈവത്തിൻ്റെ വചനത്താലാണ് ഈ പ്രപഞ്ചം മുഴുവനും. ആ ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്. പരിശുദ്ധ അമ്മ സമർപ്പിച്ചത് നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം ദൂതനിലൂടെ ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ മറിയം സമർപ്പിച്ചത് ആ ഒരു ബോധ്യത്തിലാണ്. എന്ത് സംഭവിച്ചാലും നമുക്ക് ആ ഒരു വിശ്വാസം, നമുക്ക് പകുതി വിശ്വാസം ഉണ്ടല്ലേ, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം, ബാക്കി ദൈവം ചെയ്യും. ഇങ്ങനെയുള്ളൊരു മേഖലയാണ് നമ്മളൊരു പക്ഷേ പോകുന്നത്. എന്നാൽ പൂർണ്ണമായും എല്ലാം ദൈവവചനത്താലാണ്. എബ്രായർ ലേഖനം 1 പലപ്പോഴും ചിന്തിച്ചാണ് 3-ാമത്തെ വചനം, ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 43:26 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് എല്ലാം സംഭവിക്കുന്ന ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവവചനത്തിലാണ്. മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ പോലും ദൈവവചനം ലംഘിച്ചതാണ്. നമ്മൾ ആ രീതിയിലാണ് ദൈവവചനം ലംഘിച്ചതാണ്. അപ്പോൾ ആ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം പാലിക്കാനുള്ള തീരുമാനമാണ് മാനസാന്തരം. രോഗസൗഖ്യം നമുക്കറിയാം. രോഗമുണ്ടാകുന്നത്, മിക്കവാറും രോഗങ്ങൾ ഉണ്ടാകുന്നത് വചനം അറിയാതെ, ദൈവത്തിൻ്റെ വചനം ലംഘിച്ചുകൊണ്ട്. സങ്കീർത്തനം 107 പറയുന്നുണ്ട്,
അവർ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി. അപ്പം ദൈവവചനം ലംഘിക്കുന്നതാണ് പാപം. അപ്പം ദൈവവചനം ലംഘിച്ചതാണ് എല്ലാ തകർച്ചകളും. ആ തകർച്ച അവർ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ടെന്ന് പറഞ്ഞ പത്രോസ് പറഞ്ഞ പോലെ താഴ്മയോടെ എളിമയോടെ ദൈവത്തിന് മുമ്പിൽ കടന്നു വന്നുകൊണ്ട് ദൈവവചനം പാലിക്കാൻ തീരുമാനമെടുത്തപ്പോൾ, ആ വചനം പാലിച്ചപ്പോൾ ആ വചനം തന്നെ അവരെ സൗഖ്യമാക്കി. ആ വചനത്തിൽ സൗഖ്യമുണ്ട്. ഇത് വലിയൊരു മേഖലയാണ്. നമ്മൾ ദൈവവചനം, അതായത് അതാണ് ഇന്ന് പറഞ്ഞത്, ഇന്നലെയും പറഞ്ഞതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് മുമ്പിൽ, അല്ലെ? സങ്കീർത്തനം സംരക്ഷണം എന്ന അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വിധേയപ്പെട്ട്, ദൈവവചനത്തിന് വിധേയപ്പെട്ട്, ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാ സംരക്ഷണവും ഉണ്ട് അവിടെ. ഇത് വലിയൊരു മേഖലയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിരുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം ഇങ്ങനെ വേറെന്തൊക്കെയോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് നീതി ലഭിക്കാതെ മറ്റുള്ളവർ നിങ്ങളെ ചവിട്ടി മെതിക്കുമ്പോഴൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവവചനം പാലിച്ചുകൊണ്ട് നിന്നാൽ മതി. ദൈവവചനം തന്നെ പ്രവർത്തിച്ചുകൊള്ളും. ദൈവവചനം ലംഘിക്കാത്തത് തകർച്ചയിലേക്ക് പോകും. ഇത് വലിയൊരു മേഖലയാണ് പറയുള്ളൂ. ദൈവവചനം അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വീണ്ടും പറയാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവാൻ നിങ്ങളുടെ ശത്രുവായ പിശാച്. പലപ്പോഴും നമ്മൾ ചിന്തിച്ച്, നമ്മുടെ ശത്രു എന്ന് പറയുമ്പോൾ ദൈവവചനം അനുസരിച്ച് പിശാചാണ്. നമ്മളത് അറിയേണ്ട ഒരു മേഖലയാണ്. വചനം പറയുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാചെന്ന്. നമ്മൾ ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യനാണ് നമ്മുടെ ശത്രു എന്ന് വിചാരിക്കുമ്പോൾ അത് ദൈവവചനത്തിന് ലംഘനമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ കാണണം. നമ്മൾ എത്രയോ പേര് മനുഷ്യരെ ശത്രുക്കളായിട്ട് കരുതുന്നില്ലേ? അല്ല, യഥാർത്ഥത്തിൽ ഇതാണ് ഈശോ പറഞ്ഞത്, പിതാവേ അവരല്ല എന്നെ ഉപദ്രവിക്കുന്ന അവരല്ലത്, സാത്താനാണ് ശത്രു. അപ്പം ആ ഒരു അറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൃപയുടെ വഴിയിലേക്ക് വരികയാണ്. ആ ഒരു നിങ്ങളുടെ ശത്രുവായ പിശാച്. അപ്പം നമ്മൾ ആ ഒരു അറിവ് ഉള്ളിൽ സൂക്ഷിക്കണം. നമുക്ക് ശത്രുവായ മനുഷ്യൻ ആരുമില്ല. ആ ഒരു ചിന്ത കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അവരോട് കരുണ കാണിക്കാൻ. എന്നെ ഉപദ്രവിച്ചത് മനഃപൂർവ്വമല്ല, തിന്മയുടെ സ്വാധീനം കൊണ്ടാണ്. തിന്മയാണ് അവരെ കൊണ്ടത് ചെയ്തത്. അത് അവരല്ല. സാത്താൻ അവരെ സ്വാധീനിച്ചുകൊണ്ട് അവരെ അങ്ങനെ. അപ്പോൾ തിന്മയാണ് എൻ്റെ ശത്രു, അവരല്ല. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു അല്ലേ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ജീവൻ പോവുകയാണ്. ജീവൻ പോകുന്ന സമയത്ത് മരിക്കുന്നതിന് മുമ്പായി ആദ്യം പറഞ്ഞു, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് യേശു ഇത് എൻ്റെ ആത്മാവിനെ അപ്പം അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നെന്ന് പറഞ്ഞു. വീണ്ടും മുട്ടുകുത്തി ഒന്നുകൊണ്ട് വലിയ സ്വരത്തിൽ പറഞ്ഞു, അപ്പാ ഈ കുറ്റം ദൈവമേ, ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ. അവരെ വിടുവിക്കണം, അവരെ സ്വതന്ത്രമാക്കണം, മനുഷ്യനെ സ്വതന്ത്രമാക്കണം. നമ്മളും കുടുംബങ്ങളാകട്ടെ, ബന്ധുക്കളാകട്ടെ, ആരുമാകട്ടെ, സഭയിലാകട്ടെ, രാജ്യമാകട്ടെ, മറ്റുള്ള ജാതി ജനതകളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, ഇത് വലിയൊരു മേഖലയാണ്. അവിടെയാണ് നമ്മൾ വിജയം വരിക്കുക നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ശത്രുവായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടെങ്കിൽ നമ്മൾ വചനത്തിന് വിരുദ്ധമായിട്ടാണ് പോകുന്നത്. നമ്മുടെ ശത്രു പിശാച് മാത്രമാണ് എന്നുള്ള വലിയ അറിവിലേക്ക് 1 പത്രോസ് 5 നമ്മൾ അറിയണ്ട. നിങ്ങളുടെ 5:8 സംബന്ധിച്ചോളൂ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ, ഇതാ വിശ്വാസം. എന്താ? യേശുക്രിസ്തു ചെയ്ത വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്. അതായത് നമുക്ക് ശത്രുവായിട്ട് ഒരു മനുഷ്യനുമില്ല. ശത്രുവായ സാത്താനാണ് നമ്മുടെ ശത്രു. ദൈവത്തിൻ്റെ ശത്രുവും നമ്മുടെ ശത്രുവും നമ്മൾ ദൈവമക്കളാണല്ലോ. കുടുംബത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ ശത്രു പിശാചാണെങ്കിൽ ദൈവമക്കളായ നമ്മുടെ ശത്രു പിശാച് മാത്രമായിരിക്കണം. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്നത് നമുക്ക് പീഡയാണ്, സഹനമാണ്.
മറ്റുള്ളവരിൽ നിന്നോ മറ്റുള്ള മനുഷ്യരിൽ നിന്നോ നമുക്ക് ഏതെങ്കിലും സാത്താൻ അവർ വഴി നമ്മളെ ഉപദ്രവിച്ചാൽ അതിനാണ് നമ്മൾ സഹനം എന്ന് വിളിക്കുന്നത്. നിൽക്കണം, സാത്താൻ മറ്റുള്ള മനുഷ്യരിലൂടെ നമ്മളെ ഉപദ്രവിക്കുന്നതിനെയാണ് സഹനമെന്ന് നാം വിളിക്കുന്നത്. അതിനെ നമ്മൾ ആ രീതിയിൽ കാണണം. സഹനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചില്ലേ, യേശു ഉപയോഗിച്ച 3 ആയുധങ്ങൾ: സ്നേഹവും, ക്ഷമയും, സഹനവും. ഇത് 3ഉം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ച് അവരോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ സഹിക്കുകയാണ് ശരിക്കും. അത് ആയുഷ്കാലം മുഴുവനൊന്നുമല്ല, പലരും ആയുഷ്കാലം അല്ല. ആ സഹനം ദൈവം, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസിന് പറഞ്ഞതുപോലെ ദൈവം വില തരുന്നതാണ് ആ സഹനത്തിന്. എന്നിട്ട് പറയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനെ എതിർക്കാൻ, മനുഷ്യരെയല്ല ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങളുടെ പോരാട്ടം മാംസരക്തങ്ങൾക്കെതിരാണ്. എഫേസസിൽ പറഞ്ഞ വചനമുണ്ടല്ലോ, 4-ാമത്തെ അധ്യായത്തിൽ 6 എഫേസസിൽ 6-ാമത്തെ അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ അല്ലേ, നമ്മുടെ പോരാട്ടം അവിടെ പറയണം, നിങ്ങളുടെ പോരാട്ടം മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല. മാംസരക്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ മനുഷ്യനല്ലേ മൃഗങ്ങൾ, ഒന്നെങ്കിൽ മനുഷ്യനല്ല. അതാണ് മാംസരക്തം. ഇതൊന്നുമല്ല, അരൂപികളാണ്. മാംസവും രക്തമൊന്നും ഇല്ലാത്ത അരൂപികൾക്കെതിരായിട്ടാണ്. അവരാണ് മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ട്, അവരാണ് അരൂപികളാണ്, സാത്താൻ്റെ ദുരാത്മാക്കളാണ്, ദുഷ്ടാരൂപികളാണ് മനുഷ്യരിലൂടെ നിങ്ങളെ ആക്രമിക്കുന്നത്. ചില മനുഷ്യരെ സാത്താൻ സ്വാധീനിച്ചുകൊണ്ട്. ഇത് മനസ്സിലാക്കണം ബ്രോ. ഇതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. നമ്മളിത് അറിയണം. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് പറയാണ്, അലർന്ന സിംഹത്തെ പോലെ ആരെ വീഴണമെന്ന് അന്വേഷിച്ചു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവാൻ, മനുഷ്യരല്ല സാത്താനെ എതിർക്കുവാൻ. ഇപ്പം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, കരുണയും സ്നേഹവും ക്ഷമയും, ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ സാത്താനോട് പോരല്ല മറ്റുള്ള മനുഷ്യരോട് നമ്മൾ കണ്ണിന് പകരം അവിടെ യേശു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളെ ഇടത്തെ കർണത്തെ അടിക്കുന്നവന് വലത്തെ കർണം കാണിച്ചു കൊടുക്കുക. ഇത് സഹനമല്ലേ? നിന്റെ വസ്ത്രമെടുക്കാൻ ആഗ്രഹിക്കുന്നതിന് മേലും കൂടി കൊടുത്തേക്കുക. നിന്നോടുകൂടി 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നു 2 മൈൽ ദൂരം പോകുക. കാരണം എന്താ? അവരെല്ലാം അവരിൽ തിന്മയുടെ സ്വാധീനമുള്ളത് കൊണ്ടാണ് അവരെ അങ്ങനെ പ്രവർത്തിക്കുന്നത്. ആ 2 മൈലും പോകുന്നത് സഹനമാണ്. ഒരു കാരണത്തെ അടി കിട്ടിയ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുന്നത് സഹനമാണ്. വസ്ത്രം ചോദിക്കുന്ന മേലും കൂടി കൊടുത്തേക്കാം, അത് ഇരട്ടി സഹനമാണ്. അപ്പം ഈശോ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യരാരുമല്ല, തിന്മയാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഈ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ടി കൂടി യേശു കാൽവരി കുരിശിൽ മരിച്ചതാണെന്നുള്ള വലിയ അറിവിലേക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അടുത്ത വചനം ശ്രദ്ധിക്കുന്നതല്ലാണ്. 1 പത്രോസ് 5:9 പറയാണ്, എന്താണ്? ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന്, വിശ്വാസികൾ, സഭ, ലോകമെങ്ങുമുള്ള സഭാവിശ്വാസികളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ. പത്രോസ്ലിയ മാർപ്പാപ്പ, ആദ്യത്തെ മാർപ്പാപ്പ എഴുതി വെച്ചിരിക്കുകയാണ്, സഭയിൽ നമ്മുടെ വിശ്വാസികളായിരിക്കുന്നവർക്ക് സഹനം മറ്റുള്ളവരിൽ നിന്നും മനുഷ്യരിൽ നിന്നുണ്ടാകുന്നത്, അത് അവരല്ല സാത്താൻ അവരിലൂടെയാണ് നമ്മളെ ആക്രമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അത് സഹനമായി ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ. അപ്പൊ നമ്മളിൽ നിന്ന് ദൈവം സഹനം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കാരുടെ സഹനം വേണ്ട. സഹനമുള്ളത് വലിച്ചു ദൂരെ എറിയാനായിട്ട്. സഹനത്തിന് വിലയും നമുക്ക് ദൈവം പറയാണ്, നമ്മളോട് ചോദിക്കുന്നതാണ്, നിന്റെ സഹനം എനിക്ക് താ. നമ്മൾ പറഞ്ഞ പലപ്പോഴും എന്താ, നമ്മുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമാണ്. ഈ സഹനം അവിടെ കിടക്കുന്ന ആത്മാക്കൾക്ക് വിടുതലിനുള്ള, അവിടെ കിടക്കുന്ന ആത്മാക്കളുടെ മോചനദ്രവ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ ശുദ്ധീകര ആത്മാക്കൾക്ക് നമ്മൾ ഇങ്ങനെ ദൈവവചനം പാലിച്ചുകൊണ്ടുള്ള ഈ സഹനം ഉണ്ടല്ലോ, അതിന് വലിയ കൃപ വില തരുന്നുണ്ട്. എന്താ? അത് ദൈവം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ ആ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ സഹനം മേടിച്ചുകൊണ്ടാണ്. അവർക്ക് സഹനത്തിന് കുറവ് വന്നവരാണ്. വചനം പാലിക്കാതെ അവിടെ പോയി കിടക്കുന്നവർ, ശുദ്ധീകരണത്തിൽ കിടക്കുന്നവർ സഹനം ഇല്ലാതെ വചനം പാലിക്കാതെ മറ്റുള്ളവരുടെ വാശിയും വൈരാഗ്യമൊക്കെ ആയിട്ട് മരിച്ചുപോയവരാണ്. അവർക്ക് നിങ്ങളുടെ ഈ സഹനം, മറ്റുള്ള മനുഷ്യരിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഈ സഹനം നല്ല ബോധ്യത്തോടെ, അതാണ് ഈശോ പിന്നെയും പറഞ്ഞില്ലേ, കുരിശെടുത്ത് എൻ്റെ
ലൂക്ക 9, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൂക്ക 9:23, അവൻ സ്വയം പരിത്യജിച്ച്, അതായത് ഇവിടെ പറഞ്ഞ സ്വയം പരിത്യജിച്ച് എന്താ? സ്വയം പരിത്യജിക്കുക എന്താ പറഞ്ഞത്? നിങ്ങൾ കീഴ്വഴങ്ങുക, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അതാണ് വേറെടുത്ത് പറഞ്ഞത്, നിങ്ങൾ സ്വയം ഇല്ലാതായി തീരുക. യേശുവിനെ കാണുന്നുള്ളൂ, ഇല്ലാതായി. നിങ്ങൾ സ്വയം പരിത്യജിച്ച്, യേശു കുരിശെടുത്തു, കുരിശ് വേണ്ട എന്ന് പറഞ്ഞില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും യേശു നല്ല ബോധ്യമുണ്ട്, ഒരു തെറ്റ്, ഈ കുരിശെടുക്കാനുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ യേശുവിനറിയാം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനുഷ്യവർഗം മുഴുവനും. അതുകൊണ്ടാണ് യേശു കുരിശെടുത്തത്. നമുക്കും പറയാൻ പറയണം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കള് അവരവിടെ കിടക്കുന്നത് അവർക്ക് സഹനത്തിന് കുറവ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സഹനം എടുക്കാൻ ഈശോ ആവശ്യപ്പെട്ടത്. ഞാൻ യേശുവിലേക്ക് കൊടുക്കുമ്പോൾ യേശു അവർക്ക് വേണ്ടിയാണ് ഫാത്തിമ പ്രാർത്ഥനയിൽ മാതാവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. ജപമാലക്കിട്ടിലെ ഓ എൻ്റെ ഈശോ എന്നുള്ള പ്രാർത്ഥന എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളാണ്, ആത്മാക്കളായി മാറിയവരാണ്, മനുഷ്യരല്ല. ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അണിയിക്കട. ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്കുള്ള വിടുതലിന്റെ മോചനദ്രവ്യം, മൂല്യം നമ്മളുടെ ഈ സഹനമാണെന്ന്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ആത്മീയ ഉൾക്കാഴ്ചകളാണ് മറന്ന് പത്രോസ്ലിയ ആദ്യത്തെ മാർപ്പാപ്പയാണ്. നിൽക്കണം, ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ എല്ലാ സഹോദരിൽ നിന്നും ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന അറിയുകയും ചെയ്യും എന്ന് പറയാണ്. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ ആയുഷ്കാലം മുഴുവല്ല, പലർക്കും പേടിയ സഹിക്കാൻ. 1 പത്രോസ് 5:10 ദൈവം നിങ്ങളെ തന്റെ മഹത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം, അല്പകാലത്തെ, വീണ്ടും പറയണം, അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഇത് 4-ാമത്തെ അധ്യായം വായിക്കാൻ അവിടെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹനമെന്ന്? ശരീരത്തിൽ 1 പത്രോസ് 4 തുടങ്ങുന്ന ഇങ്ങനെയാണ്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ മരിക്കാനാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന രോഗങ്ങളും സഹനങ്ങളും ഒക്കെ ദൈവം നമ്മളെ, യെശയ്യായുടെ വചനം 48:10 നിറവേറുകയാണ്. ഞാൻ നിന്നെ ശുദ്ധി ചെയ്തത്, സ്വർണവും വെള്ളിയും ഈ മണ്ണിൽ നിന്നും കൊഴിച്ചെടുക്കുന്നത് അത് തീച്ചൂളയിലിട്ട് ഉരുക്കി അത് പ്യൂറാക്കുന്നത് പോലെ, അതുപോലെയല്ല, കഷ്ടതയാകുന്ന ചൂളയിൽ, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ചു. സഹനം നമ്മളുടെ വിശുദ്ധീകരണം, അനേക ആത്മാക്കളുടെ വിശുദ്ധീകരണമാണ് സഹനം. എത്ര മനോഹരമായിട്ടാണ് പത്രോസ് നമ്മളിത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നും പത്രോസിയെ പറയണം, 2-ാമത്തെ അധ്യായം 1 പത്രോസ് 2 2-ാമത്തെ വായന, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ, സഹനത്തെ കുറിച്ചാണ്. നിങ്ങൾ നന്മ ചെയ്തിട്ട് സഹിക്കേണ്ടി വന്നാൽ, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നന്മ ചെയ്തിട്ടും മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുകയും കുറ്റം പറയുകയും ചെയ്യുമ്പോൾ നമ്മളത് സഹനമായി മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് അത് സ്വീകരിക്കണം. ദൈവസന്നിധിയിൽ അതിന് വലിയ വിലയുണ്ട്. അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഓർത്ത് നോക്കി, പറഞ്ഞാൽ വിശ്വസിക്കോ? ഈ ഭൂമിയിൽ സഹിക്കാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. നമ്മളായിട്ട് അടിച്ചു പൊളിച്ച് നല്ല ആഡംബരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചും ബഹളം വെച്ചും നമുക്ക് സഹനമൊന്നും വേണ്ട. ഇത് വലിയൊരു വചനം, ഇത് ദൈവവചനമാണ്. ഈ ഒരു സഹനത്തിനായി നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇതാണ് അൽഫോൺസാമയൊക്കെ വിശുദ്ധരായിട്ട് മാറിയത്. അൽഫോൺസാമയുടെ ഒക്കെ ജീവിതത്തിൽ വായിക്കുമ്പോൾ അറിയാം, അൽഫോൺസാമ ഈശോയോട് ചോദിക്കുന്നു, ഇന്ന് എന്തേ എനിക്ക് സഹനം തരാത്തതെന്നാ ചോദിക്കുന്നേ. ചോദിച്ചൊന്നും മേടിക്കണ്ട. നമുക്കുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസേന എളിമപ്പെട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും നിത്യരക്ഷ കിട്ടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഇത് വലിയൊരു മേഖലയാണ്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു.
അവൻ പാപം ചെയ്തിട്ടില്ല. യേശു അവന്റെ അതിരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. 2-ാമത്തെ അധ്യായം ഇത് പറഞ്ഞിട്ടാണ് തന്നെ യേശു ദൈവസന്നിധിയിലേക്ക്, പിതാവിൻ്റെ മുമ്പിലേക്ക് തന്നെ സമർപ്പിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിങ്കിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമെന്ന് ഇന്നലെ 1 പത്രോസ് 5 നമ്മൾ ഓർപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ ഭീഷണിപ്പെടുത്തി. പിന്നെയോ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ശരീരത്തിൽ സഹിക്കേണ്ടി വന്ന പാപം, അതായത് നമ്മൾ പാപം ചെയ്തത് ശരീരത്തിലാണ്. നമ്മൾ പാപം ചെയ്ത നമ്മളുടെ സഹനം അത് പൂർണ്ണതയായിരുന്നില്ല. ഓർത്ത് നോക്കണം, മനുഷ്യരുടെ പാപത്തിന് മനുഷ്യർ തന്നെ സഹിച്ചാൽ അത് അത്രമാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അത് പൂർണ്ണതയില്ലായിരുന്നു. നമ്മുടെ വില, ചില കാര്യങ്ങൾക്ക് വില കൊടുക്കാൻ പറ്റാതെ നമ്മൾ ഇരിക്കുന്നില്ലേ, നമുക്ക് രക്ഷയൊന്നുമില്ല. അത് ഒരു രക്ഷയിൽ ഇത്രയും പണം അല്ല, ഒരു 10 ലക്ഷം രൂപ വേണം ഒരു സർജറി നടത്താമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, രക്ഷയൊന്നുമില്ല, അത് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെയാണ് മനുഷ്യവർഗത്തിന് സ്വന്തമായിട്ട് എത്ര സഹിച്ചാലും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം നമ്മുടെ ഈ സഹനം തികയുന്നില്ല. അതുകൊണ്ടാണ് യേശു, ഞാനിങ്ങനെ പറയുന്നത്, 99% സഹനം യേശു നമുക്ക് വേണ്ടി സഹിച്ചു. 1% മാത്രം നമ്മളെ ഏൽപ്പിച്ചു. കാരണം എന്താ, ഇപ്പൊ പറഞ്ഞ പോലെ അവൻ്റെ മഹത്വത്തിൽ നമ്മളും പങ്കാളികളായി തീരുന്നതുകൊണ്ട് അവൻ്റെ സഹനത്തിൻ്റെ പങ്കാളികളായി തീരാൻ വേണ്ടി 1% നമുക്ക് പ്രിയമുള്ളവരെ ഇതറിയണം. 99% യേശു ഭൂമിയിൽ വന്ന്, അതായത് വീണ്ടും വേണം, ശരീരത്തിൽ സഹിക്കുമ്പോഴാണ്. പാപം ചെയ്തത് ശരീരത്തിലായതുകൊണ്ട് ശരീരത്തിലാണ്. അതുകൊണ്ട് ദൈവം ആത്മാവായ ദൈവം ശരീരം എടുത്തുകൊണ്ട് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി 33 വർഷം വിശുദ്ധി ജീവിച്ചുകൊണ്ട് തൻ്റെ ശരീരം ദൈവ കുഞ്ഞാട് അശുദ്ധിയില്ലാതെ പാപമില്ലാതെ 33 വർഷം ഒരു വാക്ക് ഒരു തെറ്റുപോലും ചെയ്യാതെ, എബ്രായ ലേഖനം 4 പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി നിത്യപുരോഹിതനായ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന യേശു ക്രിസ്തു നമ്മെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും, അതെ, അവൻ നമ്മെപ്പോലെ തന്നെ ഈ ഭൂമി മനുഷ്യരാവന്നപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യക്കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൺകുഞ്ഞ് പെൺകുഞ്ഞ് ആരുമാകട്ടെ, അവർക്കുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളും യേശുവിനുണ്ട്. 33 വയസ്സ് വരെ ആ പ്രലോഭനങ്ങളെ പിടിച്ചു നിന്ന് ഒരു പാപം പോലും ചെയ്തില്ല. ഓർത്ത് നോക്കണം, ഇതാ നമ്മളെ ഓർത്താണ്, നമുക്ക് വേണ്ടിയാണ്. എബ്രായർ 4:14 സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ പ്രലോഭനം ഉണ്ടാകുമ്പോൾ വീണുപോകുന്നെങ്കിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന് സിംഹാസനത്തെ സമീപിക്കാം. ദൈവസന്നിധിയിൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന പ്രധാന പുരോഹിതനായ യേശു ക്രിസ്തു, നമ്മളത് അറിയണം. നമുക്ക് വേണ്ടി ദൈവം പരിപൂർണതയിൽ നിന്ന് വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ഊനമില്ലാത്ത കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെയും നിങ്ങളുടെയും മനുഷ്യനായി ജനിക്കുന്ന ഈ ഭൂമിയിൽ ജനിച്ച അബ്രാഹാം മുതൽ ഇങ്ങോട്ട് ആദം മുതൽ ഇങ്ങോട്ട് ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരുടെയും സകല പാപങ്ങളും അവൻ ഏറ്റെടുത്തു, പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ എന്തിനാ സഹിക്കുന്നത്? അവനോടൊപ്പം പങ്കുചേരാൻ വേണ്ടിയിട്ടാണ്. പത്രോസ്ലിയ ഇത് പറയുന്നുണ്ട് അല്ലേ, പൗലോസ്ലിയ പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ച്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ സഹിക്കുന്നതെന്ന്, നമ്മുടെ സഹനം, നമ്മുടെ വിശുദ്ധീകരണം കഴിഞ്ഞ് ബാക്കി എന്തിനാ വീണ്ടും സഹനം? നമ്മുടെ കുടുംബത്തിൽ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയാണ്. കൊളോസ്യർ 1:24 സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന സഹനത്തിൻ്റെ കുറവ് എന്നൊരു വാക്കാണ്. യേശുവിൻ്റെ സഹനത്തിൻ്റെ കുറവൊന്നും വന്നിട്ടില്ല. ഇത് വലിയൊരു മേഖലയാണ്. സഭ, നമ്മൾ വിശ്വാസികൾ
മാമോദിസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി തീർന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. വി ആർ ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ മനുഷ്യരെ, വിശ്വാസികളെ. അപ്പം സഭയുടെ 3 തലമുണ്ടല്ലോ. ഏതാ? വിജയസഭ, വിജയം വരിച്ച് വിശുദ്ധി ജീവിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയുടെ ഗണത്തിലേക്ക് പോയവർ. അൽഫോൺസാമയും കൊച്ചർച്ച പുണ്യതയും പാതിരപ്പിയും ഒക്കെ ആ കൂട്ടത്തിൽപ്പെടുന്ന രക്തസാക്ഷികളൊക്കെ അവർ വിജയസഭയിലാണ്. രണ്ടാമത്തേതാണ് സഹനസഭ. അതായത് ഭൂമിയിൽ ജീവിച്ചിട്ട് പരിപൂർണമായ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യതയില്ലാതെ, ഞാനിടയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ 9-10 മാസം കിടന്നൊരു കുഞ്ഞു ഭൂമിയിൽ ജനിക്കുമ്പോൾ അതിന് ശരീരത്തിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലെങ്കിൽ ആ വളർച്ച പ്രാപിക്കാൻ, അല്ല അതിൻ്റെ പൂർണ്ണ കുറവുകൾ മാറ്റാൻ വേണ്ടി നമ്മളതിനെ മറ്റുള്ള രീതിയിൽ അത് ഇൻക്യുബേറ്ററോ അല്ലെങ്കിൽ പ്രത്യേക കുഞ്ഞുങ്ങളുടെ പരിചരണ വിഭാഗത്തിലൊക്കെ സൂക്ഷിച്ച് അതിൻ്റെ ആ നടക്കാനുള്ള അവയവങ്ങളൊക്കെ പൂർണ്ണമാകുന്ന ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പോലെ ശുദ്ധീകരണ സ്ഥലം ആത്മീയമായിട്ട് ഞാൻ പറയും ഇതുപോലെ പരിപൂർണ്ണ ആത്മീയമായ വളർച്ച പറ്റാത്ത ആത്മാക്കൾ, അല്ലെങ്കിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ച് യോഗ്യതയില്ലാത്തവരെ ആ പരിപൂർണതയിലേക്ക് വരുന്നത് വരെ ദൈവം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അവിടെ ഈ ഭൂമിയിലുള്ള സഭയിലൂടെയാണ്, അതായത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. അതാണ് പൗലോസ് പറഞ്ഞത്, ഭൂമിയിൽ നമ്മൾ ജീവിക്കും, നമ്മളാണ് സമരസഭ, 3ാമത്തെ തലം. നമുക്ക് ഇനിയും സഹിക്കാൻ സമയമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഇനിയും നമുക്ക് ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ സഹിക്കുന്ന നമ്മുടെ സഹനം ദൈവം സ്വീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വലിയൊരു മേഖലയാണിത്. മാത്രമല്ല, നമ്മുടെ ഈ സഹനത്തിന് കുറവെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ, അവരുടെ ജീനുകളല്ലേ നമ്മളിലുള്ളത്, അവരുടെ രക്തമല്ലേ നമ്മുടെ സിരകളിൽ ഓടുന്നത്, അവരുടെ വീട്ടുപേരല്ലേ നമുക്കുള്ളത്, അവർ നമ്മുടെ ബന്ധുക്കളെ. കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനപ്രകാരം നമ്മളുടെ സഹനം ദൈവം സ്വീകരിക്കുന്നുണ്ട്. ഈ മരിച്ചുപോയ ശുദ്ധീകരണ കിടക്കുന്ന പരിപൂർണ വളർച്ചയിലേക്ക്, അത് പരിപൂർണതയിലേക്ക് വരാൻ പറ്റാത്ത അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു വീട്ടുവോളം അവരോടൊന്ന് പുറത്തു വരികയില്ല എന്ന് യേശു പറഞ്ഞ ആ മേഖല. ആ ചില്ലിക്കാശ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സഹനമാകുന്ന ചില്ലിക്കാശാണ്. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു പലപ്പോഴും. അതായത് ഇന്ത്യയിൽ നമ്മൾ കറൻസി ഇന്ത്യൻ റുപ്പിയാണ്. നമ്മൾ ആ കറൻസി കൊണ്ട് അമേരിക്കയിൽ വന്നാൽ ഒരു പ്രയോജനമില്ല. അത് നമ്മളെവിടെയെങ്കിലും പൊതിഞ്ഞു കെട്ടി വയ്ക്കും, വീണ്ടും ഇന്ത്യയിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അമേരിക്കയിൽ നമുക്ക് വേണ്ടത് ഡോളറാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന മറ്റു പല കാര്യങ്ങൾക്കും പ്രാർത്ഥന നല്ലതാണ്. ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്ക് പ്രാർത്ഥന നല്ലതാണ്. പക്ഷേ അവരുടെ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്ക് വിടുതലിനുള്ള കറൻസി എന്ന് പറയുന്നത് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ നമ്മുടെ സഹനമാണ്. അവർക്ക് വന്ന കുറവ്, അല്ലെ, പണത്തിന് കുറവുള്ളവർക്ക് പണം കൊടുത്താൽ മതി. സഹനത്തിന് കുറവ് വന്നവരാണ് ശുദ്ധീകരണത്തിൽ കിടക്കുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, സഭയാകുന്ന ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിൽ വന്ന, അതായത് കത്തോലിക്ക വിശ്വാസം സഭയെ 3 തലമാണ്: വിജയസഭ, സഹനസഭ, സമരസഭ. ഈ സഹനസഭയിലുള്ളവർക്കാണ് സഹനത്തിന് കുറവ് വന്നിട്ടുള്ളത്. അവരടിച്ചു പൊളിച്ച് പാപമൊക്കെ ചെയ്ത് ഇങ്ങനെ മാംസം സ്വീകരിച്ചവരാണ്. പക്ഷേ അവർ പാപം ചെയ്ത് വിശുദ്ധിയില്ലാതെ കടന്നുപോയവരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന കറൻസിയാണ് നമ്മുടെ സഹനം. പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും, പക്ഷെ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ശരീരമില്ല. അവരുടെ ശരീരം മണ്ണായിപ്പോയി. പത്രോസിനെ പറഞ്ഞില്ലേ, ശരീരത്തിൽ സഹിച്ചവനാണ് പാപത്തിൽ നിന്ന് മോചനം. 1 പത്രോസ് 4:2. ശരീരത്തിൽ സഹിക്കുമ്പോഴാണ് പാപത്തിൽ നിന്ന് മോചനം. യേശു ശരീരത്തിൽ നമുക്ക് വേണ്ടി സഹിച്ചു, ഇവർക്ക് വേണ്ടി സഹിച്ചു, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. പക്ഷെ അവർ ജീവിച്ചിരുന്നപ്പോൾ അത് ഉൾക്കൊണ്ടില്ല, വിശ്വസിച്ചില്ല, യേശുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല. അവർ തള്ളിക്കളഞ്ഞു പോയി, സ്വന്തം കഴിവിൽ ആശ്രയിച്ചു പോയി. അതുകൊണ്ട് യേശുവിൻ്റെ സഹനത്തിൻ്റെ യോഗ്യത അവർക്ക് കിട്ടിയില്ല. ഇന്ന് സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് യേശു ഇന്ന് അവർക്ക് വേണ്ടി, അവർക്ക് വന്ന സഹനത്തിൻ്റെ കുറവ് സഭയിലൂടെ, നമ്മളിലൂടെ പറയാണ്. പൗലോസ് പറഞ്ഞത് കൊളോസ്യർ 1:24 സഭയാകുന്ന ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിൽ വന്ന സഹനത്തിന്റെ കുറവ്. വീണ്ടും പറയാണ്, ആ സഹനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയാകുന്ന ആ സഹനസഭ. സഭ 3 തലമാണ്. 3 കൂടെ കൂടിയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. വിജയസഭ, സഹനസഭ, സമരസഭ. വിജയസഭയിലുള്ളവർക്ക് സഹനം പൂർണ്ണമായും കഴിഞ്ഞാണ് അവർ വിജയത്തിലേക്ക് പോയത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളിപ്പോൾ ഇനിയും സഹിക്കാൻ നമ്മുടെ ശരീരത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് സമയമുണ്ട്, അനുഭവിക്കാൻ സമയമുണ്ട്. ഈ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് ശരീരമില്ല, അവരുടെ ശരീരം മണ്ണായിപ്പോയി. അവർക്കിപ്പോൾ ആത്മാവാണ്. അവര് യേശുക്രിസ്തു ഇനി ശരീരം എടുത്ത് വരികയില്ല അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും സഹിക്കാൻ. എബ്രായർ 9 പറയുന്നുണ്ട്, അവൻ വീണ്ടും വരും. അത് സഹിക്കാനാണ്, അല്ലെങ്കിൽ പാപ പരിഹാരാർത്ഥമല്ല,
തന്നെ ആകാംക്ഷാവാറും കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാനാണ് അവൻ വീണ്ടും വരുന്നതെന്ന് എബ്രായർ 9 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശരീരമാണ് ഇപ്പോൾ സഭ. നോക്കി, കാരണം യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവിതം, നമ്മുടെ ശരീരം യേശുവിൻ്റെ ശരീരമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നിങ്ങൾ അറിയുന്നില്ലേ? പൗലോസ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ക്രിസ്തുവിൻ്റെ ആലയമാണ്. പൗലോസ് പറഞ്ഞു, ഞാനല്ല, ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അതായത് നമ്മളുടെ സഹനങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുന്ന ഈ ശുദ്ധീകരണം, നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കൾക്ക് സഹനത്തിന് വന്ന കുറവ്, നമ്മളുടെ സഹനം അവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. നമ്മൾ നല്ല ബോധ്യത്തോടെ സമർപ്പിക്കണം. ഇന്നലെ ഒരാളെന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, പ്രാർത്ഥിച്ചു, പക്ഷേ നിങ്ങളുടെ സഹനം കൂടി കൊടുക്കണം അവർക്കായിട്ട്. അതൊരു പുതിയ അറിവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് വചനത്തിലുള്ളതാണ്. പത്രോസ്ലിയ നമ്മളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ എല്ലാ സഹോദരനും ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു, അറിഞ്ഞുകൊള്ളൂ. അതെ, നമ്മളിത് അറിയണമല്ലോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇന്നും സാത്താൻ മറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി നാം ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി. യേശയ്യ 53 പറയുന്നുണ്ടല്ലോ, അവൻ്റെ മുറിവിന് യേശയ്യ 53 യേശുവിൻ്റെ ജനനത്തിന് 1000 വർഷം നടന്ന പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങൾ അവൻ വഹിച്ചത്, നമ്മളെയൊക്കെ അടിയിൽ അവൻ്റെ മുറിവിനാലാണ് നമുക്ക് സൗഖ്യം, അവൻ്റെ മേലുള്ള ശിക്ഷയാണ് നമുക്ക് രക്ഷ നൽകിയത്. അവൻ്റെ സഭയാകുന്ന ശരീരത്തിലുള്ള ഈ സഹനവും കുറവ് വന്നതിന് വേണ്ടി അവൻ സ്വീകരിക്കുന്നു. യോഹന്നാൻ 10 സുവിശേഷം യേശുവരാണ്, ഞാനാണ് നല്ല ഇടയൻ. ഈശോയാണ്, ഞാനാണ് നല്ല ഇടയൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു എന്ന് പറയുന്ന പോലെ മറ്റുള്ള പറയാറുണ്ട്, അനേക മതസ്ഥാപകർ, അനേക പ്രവാചകന്മാർ ലോകത്തിൽ വന്നു. അവരൊക്കെ പറഞ്ഞിട്ട് പോയി, പക്ഷെ അവരാരും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തില്ല. അവർക്ക് ഈ സഹിക്കാനൊന്നും ഇഷ്ടമാകുന്നില്ല. പ്രവാചകന്മാരൊക്കെ ബഹളം ഉണ്ടാക്കിയൊക്കെ പോയവരെ നമുക്ക് കാണാം, അല്ലേ? പ്രവാചകന്മാരൊക്കെ ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്ന മൊട്ടത്തലയാ കഷ്ണിത്തലയാ എന്ന് വിളിച്ചപ്പോൾ അവന് പിള്ളേരെ ശപിച്ചെന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ. അപ്പോൾ യേശു പറയുന്നത് ഇന്ന് പറയാണ്, എനിക്ക് മുമ്പ് വന്ന കുറവുള്ളവരായിരുന്നു. അവർ പറയാൻ വന്നിട്ട് പോയി. പലരും, ഞാൻ പറഞ്ഞില്ലേ, പല മതസ്ഥാപകരൊക്കെയും അവരുടെ നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തത്. പക്ഷേ നമ്മുടെ പാപത്തിന് വേണ്ടി സഹിക്കാനോ മരിക്കാനോ ആരും തയ്യാറായില്ല. യേശു മാത്രമാണ് സകല ജാതി ജനതകളിലുള്ളവർക്കും വേണ്ടി. ഞാൻ പറഞ്ഞില്ല, യേശു മതമൊന്നും സ്ഥാപിച്ചിട്ടില്ല, അതെല്ലാ മതത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കണം. ഞാനാണ് ആടുകളുടെ വാതിലൻ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് പ്രവേശിക്കുകയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു. മോഷ്ടിക്കുവാനും, സാത്താനെ കുറിച്ച് പറയാണ്, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഇന്നലെ പറഞ്ഞ യേശു സ്വർഗത്തിലിറങ്ങിയ ജീവനുള്ള അപ്പമാകും നിത്യ ജീവൻ. പരിശുദ്ധ പരമാ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.